ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ പുതിയ മൺചട്ടി വാങ്ങിച്ചിട്ടാകുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തന്നെ മയക്കിയെടുത്ത് അതിൽ കറി വെക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അറിയാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. ഇത് ഇവിടുന്ന് നെസ്റ്റോന്ന് വാങ്ങിച്ച ചട്ടിയാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ളത്, അതുപോലെ തന്നെ നല്ല വെയിറ്റൊക്കെ ഉള്ളൊരു നല്ലൊരു ചട്ടി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ മയക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകാം. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കഴുകുമ്പോൾ കളർ വരും, റെഡ് കളറ്. പക്ഷേ ഇതിന് അങ്ങനത്തെ കളറൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ചട്ടിയായിരുന്നു. അപ്പോൾ കടലപ്പൊടി കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടി കടലപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകവും പുറവും എല്ലാം ആ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതിൽ നമ്മൾ ഡിഷ് വാഷോ അതുപോലെ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യരുത്. ഈ കടലപ്പൊടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ നല്ലതുപോലെ കഴുകിയെടുക്കുക. അങ്ങനെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. കടലപ്പൊടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിനി ഈ ചട്ടിയിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചെടുക്കാം. പൈപ്പ് വെള്ളം തന്നെ എടുത്താൽ മതി. ഒരു 1/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ചായപ്പൊടിയില്ല, നമ്മൾ ചായ വെക്കുന്ന ചായപ്പൊടി അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കുക. ഇത് നല്ലതുപോലെ തിളച്ചിട്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ആകുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഒരു പകുതി ഭാഗം വറ്റുന്ന വരെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കണ്ടില്ലേ, ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ലതുപോലെ തണുക്കുന്ന വരെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കണേ. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ആ ചായൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ കഴുകിയെടുക്കാം. നല്ലതുപോലെ ആ സ്പോഞ്ച് തന്നെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഉരച്ച് കഴുകിയെടുക്കുക. അങ്ങനെ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ കറി വെക്കാൻ എടുക്കാം. അല്ലെങ്കിൽ ഇത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു അരമണിക്കൂർ എണ്ണ തടവി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒരു ടിഷ്യൂ പേപ്പറോ ഒരു നല്ലൊരു കോട്ടൻ്റെ തുണിയോ വെച്ചിട്ട് തുടച്ചിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടച്ചിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചട്ടി ഇവിടെ മയക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ എടുക്കാം. ഇനി ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസം ഇതുപോലെ തന്നെ എണ്ണ തടവിയിട്ട് വെക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മത്തിക്കറി ഉണ്ടാക്കാൻ പോയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു 20 ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു കളറ് വരണേ. നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 2 നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണേ. ഈ പൊടികളെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ മതി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇത് അരച്ചെടുക്കാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ തന്നെ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് വീണ്ടും മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക്
ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 5-6 ഉള്ളി അരിഞ്ഞതും 2-3 പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച ഈ ഒരു തേങ്ങേൻ്റെ ഒരു പേസ്റ്റില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് ആ തേങ്ങൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം നമ്മൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയതാണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ ആദ്യം കുതിർത്ത് വെച്ചതാണ്. ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്. 1 കപ്പ് വെള്ളത്തിൽ ആ വെള്ളം മുഴുവൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പുളിക്ക് പകരം കുടംപുളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതിപ്പോൾ നല്ല കട്ടിയിലല്ലേ ഉള്ളത്, അപ്പോൾ ഇതൊന്ന് കട്ടി കുറക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കറി തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ മത്തി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുഞ്ഞു മത്തി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പെല്ലാം ആദ്യം പാകത്തിന് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതൊന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കറീൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഉള്ളി വഴറ്റുന്നില്ലേ, ആ ഒരു 20 കുഞ്ഞുള്ളി നല്ലതുപോലെ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റുന്നില്ലേ, ആ ഒരു ഉള്ളി വഴറ്റിയിട്ട് അരച്ചെടുക്കുന്നത് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ നല്ലൊരു രുചിയാണ് ആ ചെറിയ ഉള്ളി വഴറ്റിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വലിയ ഉള്ളി ഒന്നും എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അത് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. തക്കാളി നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. അതിന് കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ റൗണ്ടിലോ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. തക്കാളി വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ലേ. ഇതിനെ ഒന്ന് അടച്ചു വെക്കുക. ഒരു ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആ ഒഴിച്ച ഓയിലൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കറി നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയും പത്തിരിയും അതുപോലെ പൊറോട്ടയുടെ കൂടെ ആയാലും കഴിക്കാൻ നല്ല രുചിയുള്ളൊരു കറിയാണ്. അതിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ തന്നെ കൈകൊണ്ട് ഞരട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഞാനൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ബലാദന എന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്കൊരു പേജുണ്ട്. അതുപോലെ തന്നെ ഇവരെ വെബ്സൈറ്റൊക്കെ ഉണ്ട്, ഓൺലൈൻ ഷോപ്പൊക്കെ ഉണ്ട്. ഇവർ എനിക്കൊരു ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. നമുക്കെല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അത് എത്ര ചെറിയ ഗിഫ്റ്റാകുമ്പം അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. സെറാമിക്കിൻ്റെ കുറച്ച് പ്രൊഡക്ട്സാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അവർ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സൊക്കെയാണ്. ഇതൊക്കെ നല്ല ഹാൻഡ് പെയിൻറ്റിങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ ഒരു ജാറ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ ഒരു ജാറാണ്. ഇതിന് നല്ല ഹാൻഡ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് അൺബോക്സിങ്
വീഡിയോ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.